നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. എല്ലാം ആദ്യം അറിയുന്ന രഹസ്യ കൊലയാളി സംഘം മൊസാദ് എന്ന ചാരസംഘടന. ഇറാനെ പോലും ഞെട്ടിച്ച മൊസാദ്. അമേരിക്കയ്ക്ക് CIA ഉണ്ട്, ഇന്ത്യക്ക് റോയുണ്ട്, പാകിസ്ഥാന് ISI ഉണ്ട്. എന്നാൽ ഇതിനേക്കാളെല്ലാം വളരെ വളരെ മീതെയാണ് ഇസ്രയേലിൻ്റെ സ്വന്തം മൊസാദ്. ശത്രുവിനു ചുറ്റും അദൃശ്യവലയം തീർത്ത് കീഴ്പ്പെടുത്തുന്ന കഴുകൻ കണ്ണുകൾ. ലോകത്തെ ഞെട്ടിക്കുന്ന രഹസ്യ ദൗത്യങ്ങൾ എടുത്താൽ മുൻപന്തിയിൽ തന്നെയാണ് മൊസാദിന്റെ സ്ഥാനം. CIA കഴിഞ്ഞാൽ പാശ്ചാത്യ ലോകത്തെ രണ്ടാമത്തെ വലിയ ചാരവൃത്തി ഏജൻസിയാണ് ഇത്. 1948 ഇസ്രയേൽ രാഷ്ട്രം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഇസ്രയേലിന്റെ ആദ്യ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻ ഗുറിയോൺ പുതിയ രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ആവശ്യമാണെന്ന് തീരുമാനിക്കുന്നു. 1948 ജൂൺ 7 അദ്ദേഹം രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഈ വിഷയത്തിൽ ആദ്യ കൂടിക്കാഴ്ച നടത്തി. 1949 ജൂലൈയിൽ ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി സർവീസസ് ഏകോപനത്തിനായി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ റൂബൻ ഷിലോ നിർദ്ദേശിക്കുന്നു. ഹാമൊസാദ് ലെ മോദി ഇൻ ഉന്റെ തഫ്കിഡിയും മെയ്ഹ്വാദിയും എന്നാണ് ഇതിന്റെ ഇസ്രയേലി പേര്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്ന ഇംഗ്ലീഷ് പേര്, മൊസാദ് എന്ന ചുരുക്കപ്പേര്. ചാരസംഘടന എന്ന ഒരു രാജ്യവും അവരുടെ ചാരസംഘടനയെ പറയാറില്ല. അതുപോലെ തന്നെ മൊസാദ് ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ്. സയനിസ്റ്റ് പൊളിറ്റിക്കൽ ഓഫീസറും ഇസ്രയേൽ നയതന്ത്രജ്ഞനും മൊസാദിന്റെ ആദ്യ ഡയറക്ടറുമാണ് റൂബൻ ഷിലോ. രഹസ്യാന്വേഷണ പ്രവർത്തനത്തിന്റെ കൂടുതൽ ഏകോപനവും ദിശാബോധവും കൈവരിക്കുക എന്നതായിരുന്നു നിർദ്ദേശത്തിന്റെ ലക്ഷ്യം. 1949 ഡിസംബർ 13 ഡേവിഡ് ബെൻ ഗുറിയോൺ ഈ ആശയം അംഗീകരിച്ചു. മൊസാദ് എന്നറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് സ്ഥാപിച്ചു. തലവനായത് റൂബൻ ഷിലോഹ് തന്നെ. മൊസാദിന്റെ ആസ്ഥാനം ടെല്ലവീവിലാണ്. 1980കളുടെ അവസാനത്തിൽ മൊസാദിൽ 1500 മുതൽ 2000 വരെ ജീവനക്കാരുണ്ടായിരുന്നു. വെറും 90 ലക്ഷം ജനങ്ങൾ മാത്രം വസിക്കുന്ന ഒരു ചെറു രാജ്യത്തിന്റെ ഈ രഹസ്യാന്വേഷണ ഏജൻസി എത്തിപ്പെടാത്ത ഒരിടവും ഈ ഭൂലോകത്ത് ഇല്ല എന്നതാണ് പലപ്പോഴും അത്ഭുതകരമായി തോന്നുന്നത്. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20ാം കോൺഗ്രസിൽ സ്റ്റാലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ക്രൂഷ്ചേവ് നടത്തിയ പ്രസംഗം പുറത്തു കൊണ്ടുവന്നത് 1972 മ്യൂണിച്ച് ഒളിമ്പിക്സ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെ വധിച്ചത്, അഡോൾഫ് ഇച്ച്മാനെ തട്ടിക്കൊണ്ടുപോയത്, ഇറാഖിലെ ഒസിറാഗ് അണുനിലയത്തെക്കുറിച്ച് രഹസ്യവിവരം ശേഖരിച്ച് 1981 ഇസ്രയേലി വ്യോമാക്രമണത്തിലൂടെ അത് തകർത്തത് എന്നിവ മൊസാദിന്റെ പ്രമുഖ ഓപ്പറേഷനുകളാണ്. ഇസ്രയേലിന് കീഴിൽ 3 രഹസ്യാന്വേഷണ ഏജൻസികളാണുള്ളത്. മിലിറ്ററി ഇന്റലിജൻസ് ആയ അമൻ, ആഭ്യന്തര സുരക്ഷയ്ക്കായുള്ള ഷിൻബെറ്റ്, രഹസ്യ വിവരശേഖരണം, രഹസ്യ ഓപ്പറേഷനുകൾ, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം എന്നിവയുമായി ഇസ്രയേലിനുള്ളിലെ ഡീപ് സ്റ്റേറ്റ് ആയ മൊസാദ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുമായി വളരെ അടുത്ത ബന്ധം തന്നെയാണ് മൊസാദിനുള്ളത്. 1984 ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ പങ്കെടുത്ത ഇന്ത്യൻ സ്പെഷ്യൽ ഗ്രൂപ്പ് കമാൻഡോകളെ പരിശീലിപ്പിച്ചത് മൊസാദാണ്. മൊസാദിന്റെ പ്രതികാരങ്ങളിൽ ഏറ്റവും അധികം വാഴ്ത്തപ്പെട്ടത് മ്യൂണിക് കൂട്ടക്കൊലയ്ക്കുള്ള പ്രതികാരമായിരുന്നു. 1972 സമ്മർ ഒളിമ്പിക്സ് നടന്നത് പശ്ചിമ ജർമ്മനിയിലെ മ്യൂണിക്കിൽ വെച്ചാണ്. ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നം കത്തി നിന്നിരുന്ന കാലം. പലസ്തീൻ തീവ്രവാദ സംഘമായ ബ്ലാക്ക് സെപ്റ്റംബർ ഇസ്രയേൽ ഒളിമ്പിക് സംഘത്തിലെ 9 പേരെ ബന്ദികളാക്കി 2 പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു. 234 പലസ്തീൻ തടവുകാരെ വിട്ടയക്കണം എന്നതായിരുന്നു ബ്ലാക്ക് സെപ്റ്റംബറിന്റെ ആവശ്യം. എന്നാൽ അതിന് ഇസ്രയേൽ തയ്യാറായില്ല. കമാൻഡോ ഓപ്പറേഷനിലൂടെ ബന്ദികളെ മോചിപ്പിക്കാനായിരുന്നു ഇസ്രയേലിന്റെ തീരുമാനം. പക്ഷേ ആ ഓപ്പറേഷൻ പരാജയപ്പെട്ടു. 9 ഇസ്രയേൽ ബന്ദികളും കൊല്ലപ്പെട്ടു. ഇതിനെ തുടർന്ന് മൊസാദ് ബ്ലാക്ക് സെപ്റ്റംബർ സംഘത്തിലെ 5 പേരെ വധിച്ചു, 3 പേരെ പിടികൂടുകയും ചെയ്തു. എന്നാൽ അതുകൊണ്ട് ഇസ്രയേലിന്റെ പ്രതികാരം അവസാനിച്ചിരുന്നില്ല. ആ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും കണ്ടെത്തി കൊലപ്പെടുത്താൻ ഇസ്രയേൽ തീരുമാനിച്ചു. അതിന് മൊസാദിനെ ചുമതലപ്പെടുത്തി. ഓപ്പറേഷൻ റാത്ത് ഓഫ് ഗോഡ് എന്നായിരുന്നു ഈ ഓപ്പറേഷന് പേര് നൽകിയത്. ദൈവത്തിന്റെ ഉഗ്രകോപം, ഓപ്പറേഷൻ ബയനറ്റ് എന്നും ഇത് അറിയപ്പെട്ടു. ഏതാണ്ട് 20 വർഷമെടുത്ത് മ്യൂണിക് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ ഒന്നൊഴിയാതെ പിന്തുടർന്ന് കൊലപ്പെടുത്താൻ മൊസാദിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ റിപ്പോർട്ട്. 20 മുതൽ 35 പേരെ ഇത്തരത്തിൽ മൊസാദിനാൽ കൊല ചെയ്യപ്പെട്ടു.
PLO നേതാവ് യാസിർ അറഫാത്തിനെ വധിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് മൊസാദ്. ഇസ്രയേൽ പലസ്തീൻ വിഷയം കത്തി നിൽക്കുന്ന കാലത്താണ് അതും സംഭവിച്ചത്. യാസിർ അറാഫത്ത് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ കാലത്തും തങ്ങളുടെ ശ്രമങ്ങളിൽ നിന്ന് മൊസാദ് പുറകോട്ട് പോയിരുന്നില്ല. ആദ്യം സാൾട്ട് ഫിഷ് എന്നായിരുന്നു അറഫാത്തിനെ വധിക്കാനുള്ള പദ്ധതിയുടെ പേര്. പിന്നീട് ഇത് ഓപ്പറേഷൻ ഗോൾഡ് ഫിഷ് എന്നാക്കി മാറ്റി. 2002 മുതൽ യാസിർ അറഫാത്തിനെ ഇസ്രയേൽ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. ഒടുവിൽ 2004 നവംബർ 11 തീയതിയാണ് അറഫാത്ത് മരിക്കുന്നത്. റേഡിയേഷൻ പോയ്സണിംഗ് ഉപയോഗിച്ച് അറഫാത്തിനെ മൊസാദ് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പിന്നീട് പുറത്തുവന്ന പല റിപ്പോർട്ടുകളും പറയുന്നത്. മൊസാദിന്റെ ചരിത്രത്തിലെ ഒരു പൊൻതൂവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്ന് ഓപ്പറേഷൻ എൻഡബയാണ്. 248 യാത്രക്കാരുമായി എയർ ഫ്രാൻസ് വിമാനം പലസ്തീൻ സംഘടനയായ PFLP റാഞ്ചുകയും ഉഗാണ്ടയിലെ എൻഡബെ വിമാനത്താവളത്തിൽ ഇറക്കുകയും ചെയ്തു. 1976 നവംബർ 4 ഈ സംഭവം ഉണ്ടാകുന്നത്. തടവിലാക്കപ്പെട്ട പലസ്തീൻകാരെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇതുണ്ടായത്. ഏതായാലും മ്യൂണിക്കിലെ പോലെ ഒരു ദുരന്തമായി ഇത് അവസാനിച്ചില്ല. മൊസാദും ഇസ്രയേൽ പ്രതിരോധ സേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ഒരു ബന്ദി പോലും കൊല്ലപ്പെടാതെ എല്ലാവരെയും മോചിപ്പിക്കാനായി. വിമാനം ഹൈജാക്ക് ചെയ്തവരെയെല്ലാം കൊല്ലുകയും ചെയ്തു. ലെറ്റർ ബോംബുകളും ടെലിഫോൺ ബോംബുകളും കാർ ബോംബുകളും രാസായുധങ്ങളും എല്ലാം മൊസാദ് ഉപയോഗിക്കും. ശ്രീലങ്കയിൽ ഒരേ സമയം സൈന്യത്തിനും തമിഴ് പുലികൾക്കും മൊസാദിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറെ രസകരമായ മറ്റൊരു വസ്തുത. ഇറാൻ ആണവശാസ്ത്രജ്ഞൻ ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന 59-കാരനായ മൊഹ്സെൻ ഫക്രിസാദയെ വധിക്കാൻ ഇറാനിലേക്ക് കടത്തിയ 1 ടൺ ഭാരമുള്ള അത്യാധുനിക തോക്ക് ഇറാനിലേക്ക് ഇത് എത്തിച്ചത് പീസാക്കിയാണ്. നവംബർ 27 12 അംഗരക്ഷകരുമായി ഒരു കാറിൽ ഭാര്യയോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു ഫക്രിസാദെ. ഈ സമയത്ത് സമീപത്തെല്ലാം ഇസ്രയേലി ചാരന്മാരുണ്ടായിരുന്നു. ഫക്രിസാദയുടെ ഓരോ നീക്കവും നിരീക്ഷിക്കുകയും അകലെ നിന്ന് തോക്ക് പ്രവർത്തിപ്പിക്കാൻ കാത്തിരിക്കുകയും ചെയ്യുകയായിരുന്നു ഇവർ. നിശ്ചിത സ്ഥലത്ത് കാർ കടന്നുപോകുമ്പോൾ അവർ ബട്ടൺ അമർത്തി വെടിയുതിർത്തു. 13 വെടിയുണ്ടകൾ ഫക്രിസാദയുടെ തലയ്ക്ക് കൊണ്ടു. 10 ഇഞ്ച് അകലെ ഇരുന്ന ഭാര്യയ്ക്ക് പക്ഷേ ഒന്നും പറ്റിയില്ല. ശാസ്ത്രജ്ഞന്റെ സുരക്ഷാ മേധാവി തന്റെ ബോസിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് 4 വെടിയുണ്ടകൾ അദ്ദേഹത്തിന് ഏറ്റു എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ശരിയല്ല എന്നാണ് ഓപ്പറേഷനുമായി പ്രവർത്തിച്ച അടുത്ത വൃത്തങ്ങൾ അറിയിച്ചത്. ആക്രമണത്തിന് ശേഷം മൊസാദ് ടീം രക്ഷപ്പെട്ടപ്പോൾ 1 ടൺ ഭാരമുള്ള ആയുധം സ്വയം പൊട്ടിത്തെറിച്ചു. ഒരു തെളിവും ബാക്കി വയ്ക്കാത്ത ആ കൊലപാതകം മൊസാദിന്റെ ഉന്നതരെ പോലും അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്നു. പതിറ്റാണ്ടുകളായി ഇസ്രയേലിന്റെ ഇന്റലിജൻസ് സംഘടനയായ മൊസാദ് ഇറാനെയാണ് ഇപ്പോൾ നോട്ടമിടുന്നത്. ലബനനിൽ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രള്ള കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇറാന്റെ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നെജാദ് പറഞ്ഞത് ഇറാനിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ 20 ഏജന്റുമാർ ഇസ്രയേലിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരുന്നു എന്നാണ്. ബുദ്ധിയും യുക്തിയും കരുത്തും കരുതലും രഹസ്യാത്മകതയും ഗൂഢപരതയും വിശ്വസ്തതയും വിട്ടുവീഴ്ചയില്ലായ്മയും മുഖമുദ്രയായ ലോകത്തെ ഏറ്റവും നിഗൂഢമായ ഇസ്രയേലിന്റെ ചാരസംഘടന, അതാണ് മൊസാദ്.